السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ദിവസം എന്ന് പറയുന്നത് മറ്റു ദിവസങ്ങളെക്കാൾ ഏറെ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു നൽകിയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരുപാട് ഖൈറുകളും ബറക്കത്തുമുള്ള ഇതിൻ്റെ മണിക്കൂറുകൾക്ക് മറ്റു ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മണിക്കൂറുകളാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മളിൽ എത്ര ആളുകൾ ഈ ദിവസത്തിന് വേണ്ടതുപോലെയുള്ള പ്രാധാന്യം ആഴ്ചതോറും കൊടുക്കാറുണ്ട്? നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. സാധാരണ ഒരു ദിവസം വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി പുറപ്പെടുന്നത് പോലെ തന്നെയാണോ വെള്ളിയാഴ്ച ദിവസവും നാം ഒരുങ്ങി പുറപ്പെടാറുള്ളത്? അതല്ല, ആ ദിവസത്തിന് പ്രത്യേകമായ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക നിയ്യത്തോടു കൂടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ടോ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിന് നൽകിയ ശ്രേഷ്ഠത എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹു തആല ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമായി വെള്ളിയാഴ്ച ദിവസത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസത്തിന് ചില പ്രത്യേകതകൾ അവിടുന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫീഹി ഖുലിഖ ആദം. ആ ദിവസമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. വഫീഹി ഉദ്ഖിലൽ ജന്ന. വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹാ. ആ ദിവസത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ നിന്നും പുറത്തു കടക്കേണ്ടി വന്നത്. ചില റിവായത്തിൽ കാണാം വഫീഹി തഖൂമുസ് സാഅ. ഖിയാമത്ത് നാൾ സംഭവിക്കുക വെള്ളിയാഴ്ച ദിവസമാണെന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരും ജിന്നുമല്ലാത്ത മുഴുവൻ സൃഷ്ടികളും ഈ ദിവസം അതിൻ്റെ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അതിന് പേടി വരാൻ തുടങ്ങുകയാണ്. ഇന്നായിരിക്കുമോ ആ ഘോര ശബ്ദത്തിൻ്റെ ഖിയാമത്ത് നാൾ എന്നാലോചിച്ചുകൊണ്ട് ഓരോ പടപ്പുകളും പേടിച്ചുകൊണ്ടായിരിക്കും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറുകളും തള്ളി നീക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ദിവസത്തെ വേണ്ടതുപോലെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ദിവസമായതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആകെ പരാമർശിച്ച യൗമുൽ ജുമുഅ, ജുമുഅ ദിവസം എന്ന് പറയുന്ന ഈ ദിവസത്തിന് ആ പേര് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം സാദുൽ മആദിൽ ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന സമയത്ത് പറയുകയാണ്, അറഫ സംഗമത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ജുമുഅ ദിവസം എന്നുള്ളത്. എത്രത്തോളം പണ്ഡിതന്മാർക്ക് വെള്ളിയാഴ്ച ദിവസത്തിനാണോ അറഫ ദിവസത്തിനാണോ കൂടുതൽ ശ്രേഷ്ഠത എന്ന് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പറയുന്നു, അറഫ ദിവസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം എന്ന് പറയുന്നത് ആഴ്ചതോറും നമുക്ക് ലഭിക്കുന്ന ഈ വെള്ളിയാഴ്ച ദിവസമാണ്. അദ്ദേഹം തുടരുന്നു, ആഴ്ചകളിൽ വെള്ളിയാഴ്ചകൾക്കുള്ള സ്ഥാനം മാസങ്ങളിൽ റമളാനിലുള്ള സ്ഥാനം പോലെയാണ്. അതുപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഈ ദിവസത്തിൽ ഒരു മണിക്കൂറുണ്ട്, അത് ലൈലത്തുൽ ഖദ്റിനോടാണ് സമാനമായിട്ടുള്ളത് എന്നെല്ലാം സഹോദരങ്ങളെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്നിടത്ത് നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും. ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായിട്ട് തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത അറിയിക്കുന്ന, അല്ല ഇത്രയും ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരു അമലും ഇല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസ് മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മഹാനായ ഔസ് ബിൻ ഔസ് സഖഫി
റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസൽ ثم بكر وابتكر ومشى ولم يركب ودنا من الإمام فاستمع ولم يلغو كان له بكل خطوة عمل سنة أجر صيامها وقيامها. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹു അജ്മഈൻ തുടങ്ങിയ മുഴുവൻ പണ്ഡിതന്മാരും സ്വഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസാണെന്ന് വിശദീകരിച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. സഹോദരങ്ങൾ, എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസൽ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അവൻ കുളിക്കുകയാണ്. ഇവിടെ പ്രത്യേകം പറയുന്നു മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസൽ, 2 പ്രാവശ്യം കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നുണ്ട്. ഗസ്സല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു രണ്ടാലൊരു അർത്ഥമാണ് അതിന് നൽകാൻ സാധിക്കുന്നത്. ഒന്ന്, സ്വന്തമായിട്ട് തന്നെ നന്നായി വൃത്തിയിൽ കുളിച്ചു എന്നാണ് അതിനർത്ഥം. തലയുൾപ്പെടെ മുഴുവൻ അഴുക്കുകളും വൃത്തിയാകുന്ന രൂപത്തിൽ ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്നതാണ് ഇവിടെ പരാമർശിക്കുന്നത്. രണ്ടാമത് അവർ പറഞ്ഞ അഭിപ്രായം, ജിമാഉ മഅ സൗജതി ഇൻ കാന ലഹു സൗജ, തനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ രണ്ടുപേരും ആ ജനാബത്ത് കുളിക്കുകയും ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ചില ഫായിദകളുണ്ട്. വെള്ളിയാഴ്ച നടന്നു വരുന്ന വേളയിൽ തൻ്റെ ശരീരത്തെയും കണ്ണിനെയും ഏറ്റവും നന്നായി സൂക്ഷിക്കാൻ സാധിക്കുന്നത് അക്കൂട്ടർക്കായിരിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. വഗ്തസൽ, ജനാബത്തിന്റെ കുളിയാണ് ആ വെള്ളിയാഴ്ച ദിവസം കുളിക്കേണ്ടത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ലുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, പ്രായപൂർത്തിയെത്തിയ മുഴുവൻ ആളുകൾക്കും വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അഥവാ ജുമുഅ നിർബന്ധമായ മുഴുവൻ പ്രായപൂർത്തിയെത്തിയ ആളുകൾക്കും വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി മറ്റു ദിവസങ്ങളിൽ നിന്നും മാറി നന്നായി ശുദ്ധി വരുത്തിക്കൊണ്ടാണ് മസ്ജിദിലേക്ക് പുറപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് ഹദീസിൽ വന്നത് സുമ്മ ബക്കറ വബ്തകർ, കുളിച്ചുകൊണ്ട് അവൻ പുറപ്പെട്ടിട്ടുള്ളത് വെള്ളിയാഴ്ചയുടെ ആദ്യത്തെ സമയത്തിലാണ്. ബക്കറ ഐ ഖറജ ലിൽ ജുമുഅത്തി മുബക്കിറൻ ഫിൽ വഖ്ത്, ജുമുഅ ദിവസം അതിന്റെ ആദ്യ സമയത്തിലാണ് അവൻ പുറപ്പെട്ടിട്ടുള്ളത്. വബ്തകറ ഐ ഹദറൽ ഖുത്ബത മിൻ അവലിഹാ ഇലാ ആഖിരിഹാ, അവൻ ഖുതുബയുടെ ആദ്യം മുതൽ അവസാനം വരെ അവിടെ സന്നിഹിതനായിട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ജുമയുടെ ആദ്യത്തെ സമയം എപ്പോഴാണ് ജുമയുടെ ഈ ഹദീസിൽ പറയുന്ന ആദ്യത്തെ സമയം എപ്പോഴാണ്? ഹദീസിൽ പറഞ്ഞതുപോലെ ജുമക്ക് നേരത്തെ എത്തുക എന്ന് പറയണമെങ്കിൽ, ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ എപ്പോഴാണ് നമ്മൾ ജുമക്ക് എത്തേണ്ടത്? വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. 12:45 തുടങ്ങുന്ന ജുമ ഖുതുബക്ക് 12:40 12:30 എത്തിയാൽ, അല്ലെങ്കിൽ 12 മണിക്ക് എത്തിയാൽ നമ്മൾ ആ ജുമക്ക് ആദ്യത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്നാണോ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല കാര്യം. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും, ഈ ദിവസത്തിന്റെ ജുമുഅ ദിവസത്തിന്റെ എത്തുന്ന സമയങ്ങളുടെ 5 മണിക്കൂറുകൾ വളരെ കൃത്യമായി അതിന്റെ ശ്രേഷ്ഠതയുൾപ്പെടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബ, ആരെങ്കിലും ജനാബത്ത് കുളിച്ച് മസ്ജിദിലേക്ക് പുറപ്പെടുകയാണ്, സുമറാഹ് ഫകഅന്നമാ ഖറബ ബദന, എന്നിട്ട് അവൻ മസ്ജിദിലേക്ക് എത്തിയാൽ ഒരു ഒട്ടകത്തെ വാങ്ങി അറുത്ത് സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലമാണ് അവന് ലഭിക്കുക എന്നുള്ളതാണ്. വമൻ റാഹ ഫിസ്സാഅത്തി സാനിയ, 2ാമത്തെ മണിക്കൂറിലാണ് ഒരാൾ പുറപ്പെടുന്നതെങ്കിൽ ഫകഅന്നമാ ഖറബ ബഖറ, ഒരു പശുവിനെ സദഖ ചെയ്തതിന്റെ കൂലിയാണ് അവൻ ഉണ്ടാക്കുക. വമൻ റാഹ ഫിസ്സാഅത്തി സാലിസ ഫകഅന്നമാ ഖറബ കബ്ശൻ അഖറൻ, ആരെങ്കിലും 3ാമത്തെ മണിക്കൂറിലാണ് എത്തുന്നതെങ്കിൽ നല്ല മുട്ടനാടിനെ അവൻ അറുത്തു ദാനം ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. വമൻ റാഹ ഫിസ്സാഅത്തി റാബിഅ ഫകഅന്നമാ ഖറബ ദജാജ, ആരെങ്കിലും 4ാം മണിക്കൂറിലാണ് എത്തുന്നതെങ്കിൽ ഒരു കോഴി അറുത്തു ദാനം ചെയ്തതിന്റെ പ്രതിഫലവും അവന് ലഭിക്കും. വമൻ റാഹ ഫിസ്സാഅത്തിൽ ഖാമിസ, അതിന്റെ 5ാം മണിക്കൂറിലാണ് ആരെങ്കിലും എത്തുന്നതെങ്കിൽ ഫകഅന്നമാ ഖറബ ബൈള, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മുട്ട അത് സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലമാണ് ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫഇദാ ഖറജൽ ഇമാം, അങ്ങനെ ഇമാം വന്നു, ഹളറത്തിൽ മലായികത്തു യസ്തമിഊന ദിക്ർ, മലക്കുകളെല്ലാം ഖുത്ബ ശ്രവിക്കുന്നതിന് വേണ്ടി അവിടെ സന്നിഹിതനാകും എന്ന് കാണാൻ സാധിക്കും. ചില റിവായത്തിൽ കാണാം, ഇദാ കാന യൗമുൽ ജുമുഅത്തി അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദ്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ മസ്ജിദിന്റെ എല്ലാ വാതിലിലും മലായികത്തുൻ യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, മലക്കുകൾ ഉണ്ടാകും. ആദ്യം വരുന്നവരെ പേര് രേഖപ്പെടുത്താനുള്ള മലക്കുകളാണ്. ഫൈദാ ജലസൽ ഇമാം, ഇമാം മിമ്പറിലേക്ക് വന്ന് ഇരുന്നു കഴിഞ്ഞാൽ തവഉസ് സുഹുഫ്, അവൻ ആ മലക്കുകൾ
അവരുടെ ഏടുകൾ മടക്കി വെക്കുന്നതാണ്. പിന്നീട് വരുന്നവരുടെ പേര് എഴുതുകയില്ല എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇതിൽ 5 മണിക്കൂറുകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സുബഹിക്ക് ശേഷം സൂര്യോദയത്തോടുകൂടി ആരംഭിക്കുന്നു ഈ 5 മണിക്കൂറുകൾ. പിന്നീട് എപ്പോഴാണോ ജുമ ആരംഭിക്കുന്നത് അതിന് 5ആയി ഭാഗിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഈ 5 മണിക്കൂറുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ആദ്യത്തെ മണിക്കൂറുകൾ ആദ്യം സൂര്യോദയം കഴിഞ്ഞിട്ടുള്ള ആദ്യ മണിക്കൂറാണ്. ശേഷമുള്ളത് ശേഷം, അതൊരു പക്ഷേ ഇന്നത്തെ 1 മണിക്കൂറോ അതിനേക്കാൾ കുറവോ അതിനേക്കാൾ കൂടുതലോ ഒക്കെ സമയവ്യത്യാസത്തിനനുസരിച്ച് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു മസ്ജിദിൽ നമ്മൾ ആദ്യം എത്തുക എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെ ആദ്യ സമയം ആദ്യ മണിക്കൂറിൽ തന്നെ എത്തുക എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മുൻഗാമികൾ അവരെ കുറിച്ച് പറയപ്പെടുന്നത് വെള്ളിയാഴ്ച ദിവസമായാൽ ആദ്യത്തെ മണിക്കൂറുകളിൽ അങ്ങാടികളിലും റോഡുകളിലുമൊക്കെ തിരക്കായിരിക്കും. ആളുകൾ ജുമഅക്ക് വേണ്ടി പുറപ്പെടാനുള്ള ആ സമയം, നമ്മുടെ ഈദ് നിസ്കാരത്തിനൊക്കെ പുറപ്പെടുന്നത് പോലെ അവർ ജുമഅ ദിവസം വെള്ളിയാഴ്ചക്ക് നിസ്കാരത്തിന് വേണ്ടി നേരത്തെ പുറപ്പെടുമെന്നുള്ളതാണ്. ഈ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് പറയുന്നത് ആ പുറപ്പെട്ടു വരുന്നത് നടന്നുകൊണ്ടാണ്, വാഹനത്തിൽ കയറിയിട്ടില്ല. നടക്കാനുള്ള ദൂരമെങ്കിൽ സഹോദരങ്ങളെ, ആ നടന്നു വരുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അവൻ ഇമാമിനോട് അടുത്താണ് ഇരുന്നിട്ടുള്ളത്. ഇമാം പറയുന്ന സമയത്ത് അശ്രദ്ധനായിരുന്നിട്ടില്ല, സാഗൂതം ശ്രവിക്കുകയാണ് സംസാരം. അങ്ങനെയാണ് അവൻ ഇരുന്നിട്ടുള്ളത്. വലം യൽഗു, 5ാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലം യൽഗു, അവൻ അനാവശ്യമൊന്നും പ്രവർത്തിച്ചിട്ടില്ല. എന്താണ് ജുമഅ ദിവസം മസ്ജിദിനകത്തിരുന്ന ഒരാൾ അനാവശ്യം പ്രവർത്തിക്കുക എന്ന് പറയുന്നത്? മറ്റു ഹദീസുകളിൽ കൂടെ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇദാ ഖുൽത ലിസാഹിബിക യൗമൽ ജുമഅ അൻസിത്, സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് നീ വെള്ളിയാഴ്ച ദിവസം മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ, വൽ ഇമാമു യഖ്തുബ്, ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫഖദ് ലഗൗത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്നേരം നീ അനാവശ്യം പ്രവർത്തിച്ചു എന്നാണ്. അനാവശ്യം എന്ന് പറഞ്ഞാൽ അത്ര തന്നെ മതിയായതാണ്. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാളോട് മിണ്ടാതിരിക്കൂ എന്ന് നാവ് കൊണ്ട് പറയുന്നത് പോലും അനാവശ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമാം ഖുത്ബ പറയുന്ന സമയത്ത് മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്താ? അവർ ഏറ്റവും വലിയ അനാവശ്യം പ്രവർത്തിച്ചവരായിരിക്കും. മറ്റു റിവായത്തിൽ കാണാം, മൻ മസ്സൽ ഹസാ ഫഖദ് ലഗ, ആരെങ്കിലും ചരൽ കല്ലുകൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അനാവശ്യം പ്രവർത്തിച്ചു എന്നാണ്. ആദ്യകാലത്ത് ഇതുപോലെ പരവതാനികളില്ല. അന്ന് ചരൽ കല്ലുകളാണ് താഴെ വിരിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് കളിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അനാവശ്യം പ്രവർത്തിച്ചു എന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടും അതുപോലെ വാട്ടർ ബോട്ടിലുകൾ കൊണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞു തന്നിട്ടുള്ളത്. ആ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്നും വളരെ വൃത്തിയിൽ കുളിക്കണം, നേരത്തെ പുറപ്പെടണം, സാധിക്കുമെങ്കിൽ നടക്കണം, വാഹനത്തിൽ കയറരുത്, ഇമാമിന്റെ അടുത്ത് വന്നിരിക്കണം, സാഗൂതം ശ്രവിക്കണം, ഒരനാവശ്യവും പ്രവർത്തിക്കരുത്. എങ്കിൽ എന്താണ് പ്രതിഫലമായി പറഞ്ഞിട്ടുള്ളത്? കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു സന, അവൻ ഓരോ കാലടി മസ്ജിദിലേക്ക് വെച്ചാലും 1 വർഷം അമൽ ചെയ്തതിന്റെ പ്രതിഫലമാണ് ഓരോ കാലടിക്കും ഉണ്ടാകുന്നത്. എന്താണ് 1 വർഷത്തെ അമൽ? അതും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അജ്റു സിയാമിഹ വ ഖിയാമിഹ, ആ ദിവസങ്ങളിൽ ആ വർഷങ്ങളിൽ മുഴുവനും പകൽ നോമ്പെടുത്തവനെ പോലെയും രാത്രി നിന്ന് നിസ്കരിച്ചവനെ പോലെയുമുള്ള പ്രതിഫലമാണ് 1 കാലടിക്ക് ലഭിക്കുന്നത് എന്നാണ്. ഒരാൾ 1000 കാലടി വെച്ചിട്ടുണ്ടെങ്കിൽ 1000 വർഷം അവൻ നോമ്പെടുത്തവനെ പോലെയുള്ള പ്രതിഫലം, 1000 വർഷം രാത്രി നിന്ന് നിസ്കരിച്ചവനെ പോലെയുള്ള പ്രതിഫലം. സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഒരാൾ ജുമഅ ദിവസം മസ്ജിദിലേക്ക് പുറപ്പെട്ടാലുണ്ട് എങ്കിൽ എത്ര വലിയ പ്രതിഫലമാണത്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും, ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഈ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കാൻ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, ജുമഅ ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് ജുമഅ ദിവസം ദുആഇന്റെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് പ്രത്യേകം ഉത്തരം നൽകുന്ന 1 മണിക്കൂർ ഈ ജുമഅ ദിവസത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ലൈലത്തുൽ ഖദറിനെ പോലെയാണ്. അതേത് രാത്രിയാണെന്ന് അറിയിച്ചു തന്നിട്ടില്ല. മനുഷ്യൻ എല്ലാ നേരത്തും എല്ലാ രാവുകളിലും റമദാനിന്റെ അവസാനത്തെ 10 പ്രയത്നിക്കുന്നതിന് വേണ്ടി അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വെള്ളിയാഴ്ച ദിവസവും. ആ ലൈലത്തുൽ ഖദറിന് ഒറ്റയിട്ട രാവുകളെ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചില സമയങ്ങളെ
വളരെ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാനബി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഇത് ഉദ്ധരിക്കുന്ന സമയത്ത് 11ഓളം അഭിപ്രായങ്ങൾ എടുത്തു കൊടുത്തിട്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും സാധ്യതയുള്ള 2 സമയങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത് ആദ്യം നമുക്ക് കേൾക്കാം. ഇന്ന ഫിൽ ജുമഅതി ലസാഅ, വെള്ളിയാഴ്ച ദിവസം 1 മണിക്കൂറുണ്ട്. ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി, ഒരു മനുഷ്യൻ ആ ദിവസം നിന്ന് ദുആ ചെയ്യുകയാണെങ്കിൽ യസ്അലുല്ലാഹ ഖൈറ, ഖൈറാണ് അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്തതെങ്കിൽ, ഇല്ലാ അഅതാഹു ഇയ്യാഹ്, അല്ലാഹു തആല അത് നൽകുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അതിലേറ്റവും പ്രബലമായ 2 സമയം അവർ പറയുന്നത്, ഒന്നാമത്തേത് ഇമാം മിമ്പറിൽ കയറി ഇരുന്നത് മുതൽ നിസ്കാരം നിർവഹിച്ച് പൂർത്തീകരിക്കുന്നത് വരെയുള്ള സമയമാണെന്നാണ്. ഇമാം മിമ്പറിൽ കയറിയിരുന്നത് മുതൽ നിസ്കാരം അത് പൂർത്തീകരിക്കുന്നത് വരെയുള്ള സമയം എന്നാണ്. ആ നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം അതിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. സുജൂദിലുള്ള പ്രാർത്ഥനകളാകട്ടെ, സലാം വിട്ടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകളാകട്ടെ, ഇമാം 2 ഖുത്ബകൾക്കിടയിൽ ഇരിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനകളാകട്ടെ, ഇതെല്ലാം സഹോദരങ്ങളെ ആ സമയത്ത് ഉൾപ്പെടുമെന്നുള്ളതാണ്. അത് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. കാരണം ഈ ഹദീസ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് വഖാല ബിയദിഹി യുഖല്ലിലുഹാ യുസഹിദുഹാ, കുറച്ചേ ഉള്ളൂ എന്ന് കൈകൊണ്ട് കാണിക്കുമായിരുന്നു എന്നാണ്. വളരെ കുറഞ്ഞ സമയമാണത്, ദീർഘമായ സമയമില്ല, കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് സ്വഹാബി റാവി അത് റിപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. 2ാമത്തെ സമയം അതാണ് സഹോദരങ്ങളെ. ഈ 2 അഭിപ്രായങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രബലമായി പണ്ഡിതന്മാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, യൗമുൽ ജുമഅത്തി 12 സാഅ, വെള്ളിയാഴ്ചയുടെ പകൽ 12 മണിക്കൂറുണ്ട്. ലാ യൂജദു ഫിഹാ അബ്ദുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ ആതാഹു ഇയ്യാ, ഈ സമയത്ത് ഒരു മുസ്ലിം ദുആ ചെയ്താൽ അല്ലാഹു തആല ഉത്തരം നൽകും. ഫൽതമിസു ആഖിറ സഅത്തിൻ ബഅദൽ അസ്ർ, അത് അസ്റിന് ശേഷമുള്ള അവസാന മണിക്കൂർ നിങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയുടെ അവസാന സമയം, മഗ്രിബിന് തൊട്ട് മുമ്പുള്ള മണിക്കൂർ, ആ സമയത്ത് പ്രത്യേകം ദുആ ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഉത്തരം കിട്ടുന്ന ഒരു സമയമായി മനസ്സിലാക്കുകയും അതിന് നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്താൽ അത് വലിയ ഖൈറുള്ള കാര്യമാണ്. നമ്മൾ യാത്രയിലാകട്ടെ, വാഹനത്തിലാകട്ടെ, ആ സമയം ഓർമ്മ വന്നാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ സഹോദരങ്ങളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ദിവസത്തിൽ ഏറെ വർദ്ധിപ്പിക്കേണ്ട ഒരു അമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ സല്ലു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുക, വസല്ലിമു തസ്ലീമ, സലാമും അവിടത്തേക്ക് വർഷിപ്പിക്കുക എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലയ്യ സ്വലാതൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അല്ലാഹു അവന് 10 സ്വലാത്ത് നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുസന്നിധിയിൽ, ആ മലായികത്തുകളുള്ള ആ മജ്ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പുകഴ്ത്തുക, അല്ലാഹു തആല വാനോളം പ്രശംസിക്കുക എന്നാണ് ആ വാക്കിനർത്ഥം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വലാത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തുമെല്ലാം അതെല്ലാം വർഷിച്ച് ലഭിക്കുമെന്നുള്ളതാണ്. ആ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹു തആല അവന് വേണ്ടി നൽകുന്നതാണ്. 10 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. 10 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നും മായ്ച്ചു കളയുന്നതാണ്. 10 പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉയർത്തി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരും എന്ന് സഹോദരങ്ങളെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫഇന്ന സ്വലാതകും മഅറൂദത്തുൻ അലൈഹി, നിങ്ങൾ ഓരോരുത്തരും ഓരോ മനുഷ്യരും സ്വലാത്ത് ചൊല്ലിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ അത് പ്രദർശിപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കാണിക്കപ്പെടും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ തുഅറദു സലാത്തുനാ അലൈക്, ഞങ്ങളുടെ സലാത്ത് എങ്ങനെയാണ് താങ്കൾക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നത്? കാരണം അവർക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്, മരണപ്പെട്ടവർക്ക് കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കുകയില്ല. അമ്പിയാക്കൾക്കാകട്ടെ സ്വാലിഹീങ്ങൾക്കാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയുകയില്ല എന്നുള്ളത് സ്വഹാബികൾക്ക് പരിചയമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവർ ചോദിച്ചു, കൈഫ തുഅറദു സലാത്തനാ അലൈക് വഖദ് അറംത്, താങ്കൾ മരിച്ചു മണ്ണായിരിക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ താങ്കൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅക്കുല അജ്സാദൽ അംബിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളുടെ ശരീരത്തെ മണ്ണിന് വിട്ടുകൊടുക്കുകയില്ല, മണ്ണത് തിന്നുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അത് അവിടത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യലാണ്. എത്രയോ സാധുക്കൾക്ക് ഇത്തരം ഹദീസുകളെ കുറിച്ചിട്ട് ധാരണയില്ല, സ്വലാത്തിനെ കുറിച്ച് ധാരണയില്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിനോട് നമ്മൾ ഇങ്ങോട്ടെന്തോ ആവശ്യപ്പെടുന്നത് പോലെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നേരിട്ടുള്ള പ്രാർത്ഥനയാണ്. ആർക്കു വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി. ഇവിടെ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹിനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ആവശ്യക്കാരനാണ് എന്നല്ലേ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്, പ്രാർത്ഥനകൾക്ക് ആവശ്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ അവിടുത്തെ പദവികൾ വർദ്ധിപ്പിച്ചു കിട്ടാൻ സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണമെന്നുള്ളതാണ്. അത് ഓരോ മനുഷ്യനും സഹോദരങ്ങളെ ഖൈറുള്ള കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അത് ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാത്രിയിലും അതുപോലെ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച പകലിലുമെല്ലാം തന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അനാം, റസൂലുള്ളാഹ് മനുഷ്യരുടെ കൂട്ടത്തിലുള്ള നേതാവാണ്. വയൗമുൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. ഫലിസ്സലാത്തി അലൈഹി ഫി ഹാദൽ യൗമി മസിയത്തുൻ ലൈസത് ലിഗൈരി. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത് മറ്റുള്ള ദിവസങ്ങളിലേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും സ്വലാത്ത് ചൊല്ലുക. ഇബ്രാഹിമി സ്വലാത്ത് ഒരാൾക്ക് ചൊല്ലാം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചുരുക്കി ചൊല്ലാം, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരാൾക്ക് ചുരുക്കി ചൊല്ലാം. ഈ രൂപത്തിൽ സ്വലാത്തുകൾ സാധിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. 2 ജുമുഅകൾക്കിടയിൽ വെളിച്ചം പകരാൻ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് സഹായിക്കുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച പുറപ്പെടുമ്പോൾ ഉള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നന്നായി ദന്തശുദ്ധീകരണം വരുത്താനും അതുപോലെ സുഗന്ധം ഉപയോഗിക്കാനും ഒക്കെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രോത്സാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച എത്തിക്കഴിഞ്ഞാൽ 2 ആളുകൾക്കിടയിൽ ചവിട്ടി കിടക്കുക, കവച്ചു വെക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ വരുന്ന ആളുകളും അത്തരത്തിൽ ഗ്യാപ്പുകളില്ലാതെ മുമ്പിലേക്ക് വന്നിരിക്കുക എന്നുള്ളതും അവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര വേണമെങ്കിലും ഈ രണ്ട് റക്അത്തുകളായി സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്. അത്രയും നിസ്കരിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് എന്നുള്ളത് ഇമാം ബുഖാരി അടക്കം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി അവസാനമായി ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തീരെ പാടില്ലാത്തതായ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് കച്ചവടം അത് അനുവദനീയമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ജുമുഅയുടെ ബാങ്ക് അത് 12:45 അത് വിളിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നീ ചെയ്യുന്ന കച്ചവടം അത് ഹലാലായിരിക്കുകയില്ല, അത് ബാത്തിലായ കച്ചവടമാണ്. ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പണം അത് തിരിച്ചു കൊടുക്കുകയും സാധനം തിരിച്ചു വാങ്ങുകയും വേണ്ടതുണ്ട്. കാരണം ആ കച്ചവടം ശരിയായിട്ടില്ല എന്ന് വളരെ ഗൗരവത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ നിസ്കാരം വരെ കാത്തിരിക്കുകയാണ്, കച്ചവടം സമ്പാദിക്കുന്നതിന് വേണ്ടി നിസ്കാരം വരെ കാത്തിരിക്കുകയാണ്. അതൊരിക്കലും ഹലാലായ സമ്പാദ്യമായി മാറുകയില്ല. മറിച്ച് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കച്ചവടം നേർക്കുനേരെ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയിൽ ജുമുഅ അത് ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്, ജുമുഅ ഉപേക്ഷിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖൽബിൽ സീൽ വെക്കുന്നതാണ്, മുദ്ര വെക്കുന്നതാണ്. സുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ, പിന്നീട് അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഗാഫിലീങ്ങളിൽ, അശ്രദ്ധാലുക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റുന്നതാണ് എന്ന് ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ അത് മനസ്സിലാക്കുക. അതുപോലെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്, വെള്ളിയാഴ്ചയുടെ ഒരുങ്ങലിന്റെ ശുദ്ധിയാകലിന്റെ ഭാഗമാണ് താടി വടിച്ചു കളയുക എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരായ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ താടി വടിക്കുക എന്നുള്ളത് അത് ശുദ്ധിയുടെ ഭാഗമല്ല, ശുദ്ധ പ്രകൃതിയുടെ ഭാഗമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിയെ നീട്ടി വളർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് സഹോദരങ്ങളെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായി പറഞ്ഞത് മീശ വെട്ടി ചുരുക്കാനാണ്, ഗുഹ്യ ഭാഗങ്ങളിലുള്ള രോമം അത് വടിച്ചു കളയാനാണ്.
അതുപോലെ തന്നെ കക്ഷഭാഗങ്ങളിലെ രോമം അത് പറിച്ചു കളയാനാണ്. ഇതൊക്കെയാണ് ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ താടി അത് ഒപ്പിക്കുക, താടി അത് ഒടിച്ചു കളയുക എന്നുള്ളത് ശുദ്ധിയുടെ ഭാഗമായി ആരും മനസ്സിലാക്കേണ്ടതില്ല. അത് പാശ്ചാത്യം കണ്ടുപിടിച്ച ശുദ്ധിയുടെ ഭാഗമാണ്. ഇസ്ലാം അത് ശുദ്ധിയുടെ ഭാഗമായി പഠിപ്പിച്ചിട്ടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇമാം ഖുതുബക്ക് അവസാനത്തിൽ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുആക്ക് ആമീൻ പറയുന്ന സമയത്ത് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആ ആമീൻ പതുക്കെയായിരിക്കണം. ഉച്ചത്തിൽ ആമീൻ പറയുക എന്നുള്ളത് അത് ശരിയല്ല. രണ്ടാമത്തേത്, കൈകൾ ഉയർത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമല്ല. മഹാനായ ഉമാറത്ത് ബിൻ റുഐബ സ്വഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ ഭരണാധികാരിയായ ബിശ്ർ ബിൻ മർവാൻ മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ദുആ ചെയ്യുന്ന സമയത്ത് കൈകൾ ഉയർത്തിയത് കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഖബ്ബഹല്ലാഹു ഹാതൈനിൽ യദൈൻ, ഈ രണ്ട് കൈകളെ അള്ളാഹു വഷളാക്കി കളയട്ടെ. അതങ്ങനെ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ആ ഗൗരവം ഉണർത്തുന്നതിന് വേണ്ടി പറയുന്ന അറബിയിലുള്ള വാചകങ്ങളാണ്. ഈ രണ്ട് കൈകളും അത് താഴ്ത്തട്ടെ. ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസീദു അലാ അൻ യഖൂല ബിയദിഹി ഹാകദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുമുഅക്ക് ഞാൻ ഹാജരായി അവിടുന്ന് ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. വഅശാറ ബിഇസ്ബിഹിി അൽമുസബ്ബിഹ, ഈ ചൂണ്ടുവിരൽ ദുആ ചെയ്യുമ്പോൾ ഉയർത്തുക എന്നുള്ളതല്ലാതെ കൈകൾ ഉയർത്തിയിട്ടില്ല എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പറയുന്നത്. മഹാനായ ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഫീഹി അന്ന സുന്നത അല്ലാ യർഫഅൽ യദ ഫിൽ ഖുതുബ, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഖുത്ബ പറയുമ്പോൾ കൈകൾ ഉയർത്തി ദുആ ചെയ്യാൻ പാടില്ല. വഹുവ ഖൗലു മാലിക്, ഇമാം മാലിക്കിന്റെ അഭിപ്രായമാണ്. വഅസ്ഹാബുനാ വഗൈരിഹിം, ഷാഫിഈ മദ്ഹബുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ അഭിപ്രായം അത് തന്നെയാണെന്ന് ഇമാം അൻ-നവവി റഹിമഹുല്ലാ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അവിടെ കൈകൾ ഉയർത്താമെന്നാണ്. അവിടെ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയുടെ വേളയിൽ കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ടുള്ളത്. അവിടെ സാമിഈങ്ങൾക്കും കേൾക്കുന്ന ആളുകൾക്കും ഉയർത്താവുന്നതാണ്. അതല്ലാത്ത സമയത്ത് കൈകൾ ഉയർത്താതെ ദുആ ചെയ്യുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅ, നിങ്ങൾ ഒരാളും വെള്ളിയാഴ്ച ദിവസം മാത്രമായി നോമ്പെടുക്കാൻ പാടില്ല. ഇല്ലാ യൗമൻ ഖബ്ല ഔ ബഅദ, ഒന്നുകിൽ വ്യാഴം കൂടി എടുത്ത് വ്യാഴവും വെള്ളിയും നിങ്ങൾ നോമ്പെടുക്കണം, അല്ലെങ്കിൽ വെള്ളിയോടൊപ്പം ശനിയാഴ്ച ദിവസം കൂടി നിങ്ങൾ നോമ്പെടുക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, ചിലരെങ്കിലും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ചില മസ്ജിദിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ചിലർ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, ളുഹറിനുള്ള റവാത്തിബ് സുന്നത്ത് പോലെ. എന്നാൽ അറിയുക, ജുമുഅക്ക് റവാത്തിബ് സുന്നത്തുകൾ അതിന്റെ മുമ്പിൽ ഇല്ല. ജുമുഅ നിസ്കാരത്തിന് മുമ്പ് റവാത്തിബ് സുന്നത്തില്ല. എന്നാൽ മസ്ജിദിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്നതിന് മുമ്പ് തഹിയ്യത്തുൽ മസ്ജിദ് 2 റക്അത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. അവിടെയും ആളുകൾ വീഴ്ച വരുത്താറുണ്ട്. തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കാതെ ഖുത്ബ തുടങ്ങി എന്ന കാരണത്താൽ, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നു എന്ന കാരണത്താൽ അവർ അതിനെ കാത്തു നിൽക്കുന്നത് കാണും, അതല്ലെങ്കിൽ വേഗം ഇരിക്കുന്നത് കാണും. സഹോദരങ്ങളെ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇരുന്നാൽ മതി. ഒരിക്കൽ മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുമ്പോൾ ഒരു വ്യക്തി വന്ന് ഇരിക്കുകയുണ്ടായി. ഒരു വ്യക്തി വന്ന് സദസ്സിലിരുന്നു. അവിടുന്ന് ചോദിച്ചു, നീ 2 റക്അത്ത് നിസ്കരിച്ചോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു അമൽ പുതുതായി നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അന്ത്യം നിശ്ചയിക്കുക എന്ന് നമുക്കറിയുകയില്ല. അതുകൊണ്ട് സാധിക്കുന്ന സമയങ്ങൾ, ശ്രേഷ്ഠതയുള്ള സമയങ്ങളിൽ ധാരാളം അമലുകളിൽ മുഴുകാനും കൂടുതൽ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.